Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം റെഗുലറായിട്ട് വരുന്നതായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നൊരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി മാങ്ങ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം തന്നെ നമുക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണേ ഇപ്പോൾ ഒരു 7 മാങ്ങ കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട, അതുകൊണ്ട് ഞാനൊരു 7 മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉള്ളി, പച്ചമുളക്, വേപ്പില, കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ഞാനിവിടെ സെറ്റാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഇട്ടൊന്ന് വെറുതെ മൈൽഡായിട്ട് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാട്ടാൻ വേണ്ടി നമ്മൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ട എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചമുളക് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മളിത് ഇവിടെ അരിഞ്ഞ് കുനുകുന വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മുരുമുരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടികളായിട്ട് ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് തന്നെ ഇടുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഗൈസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ തൊണ്ട് കളഞ്ഞ് വെച്ചിരുന്ന മാങ്ങയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അരപ്പിന് വേണ്ട തേങ്ങ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ നമ്മൾ ഒരു അരമുറി തേങ്ങ എന്നിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ജീരകവും അതുപോലെ ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ മാങ്ങയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം നമുക്ക് തൈര് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ഭയങ്കര കട്ടയിട്ടിരിക്കണം കാരണം ഞാൻ മിക്സിയിൽ തൈരും ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടകളൊക്കെ ഉടഞ്ഞ് നമുക്കിത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല പച്ചവെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൈരും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ മാങ്ങാക്കറിയുടെ അവസാന സ്റ്റെപ്പിലേക്ക് കിടന്നേക്കണേ. അപ്പോൾ നമ്മൾ ഉള്ളി മുളകൊക്കെ മൊരിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ഗൈസ്. അപ്പോൾ നമ്മളിത് അതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ആകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. എല്ലാവരും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ചെറിയ തോതിൽ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ.